Hi friends, നമുക്ക് ഇന്നൊരു പുതിയ വീഡിയോ നോക്കാം. ഇതിൽ ഒരു നെക്ക് ഡിസൈൻ ആണ്. ഇതൊരു സ്റ്റിച്ച് ചെയ്ത ഒരു ചുരിദാറാണ്. അതിൽ ഞാൻ ഫ്രെയിം ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സ്, അതുപോലെ തന്നെ വൈറ്റ് കളർ ബീഡ്സ്. നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗത്ത് നെക്കിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു വർക്കാണിത്. നെക്കിൻ്റെ ഭാഗത്തൊരു 3 to 4 ലെയർ വരുന്നുണ്ട്. ആദ്യം ഒരു ഫ്ലവർ പോലെ ഇവിടെ വരും. അത് കഴിഞ്ഞ് ഒരല്പം താഴെയായിട്ടിത്, പിന്നെ ഇതിന് നടുക്കായിട്ട് ബീഡ്സ് വർക്ക് വരുന്നുണ്ട്. നമുക്ക് ആദ്യം നമുക്കൊരു വൈറ്റ് ബീഡ് കൊടുക്കാം. ഈ വൈറ്റ് ബീഡ് കൊടുത്തതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നുകൂടെ അകത്ത് കയറ്റി ഹോളിൻ്റെ അകത്തൂടെ ഒന്നുകൂടെ കയറ്റി ഇറക്കുകയാണെങ്കിൽ അത് ഇളകി പോവാതെ നല്ല ഫിക്സ്ഡ് ആയിട്ടിരിക്കും. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തപ്പോഴത്തേക്ക് അത് ലോക്കായിട്ടിരുന്നു. ഇനി ഈ ചുറ്റിന് നമ്മൾ ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സ് ആണ് കൊടുക്കുന്നത്. നമ്മൾ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തിന്നായിട്ടുള്ള ഒരു നീഡിലെടുക്കണം. തിന്നായിട്ടുള്ള നീഡിലെടുത്താലേ ഈ ഹോളിൽ കൂടെ ഇത് കടന്നു പോകത്തുള്ളൂ. കുറേ ഗോൾഡൻ കളർ ബീഡ് ഞാൻ ഒന്നിച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ വട്ടത്തിൽ വെച്ച് നോക്കുക, ഇത് കറക്റ്റായിട്ട് ഫിക്സ് ആവുന്നുണ്ടെന്ന്. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ താഴോട്ട് കുത്തി കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇടയ്ക്കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് താഴോട്ട് കുത്തി കൊടുത്ത് അതൊന്ന് ലോക്ക് ചെയ്യണം. ഇങ്ങനെ നമ്മൾ പല സൈഡിൽ നിന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോഴത്തേക്കും ഇത് ഇളകി പോകാതെ നന്നായിട്ടിരിക്കും. നല്ല റൗണ്ടായിട്ടുള്ളൊരു ഷേപ്പിൽ നമുക്ക് കിട്ടും. നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് കറക്റ്റാണോ അതോ അതിൽ അളവ് കൂടുതലുണ്ടോ കുറവാണോ എന്നൊക്കെ. ഇപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ അറിയാം ഒരെണ്ണം കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ കൂടുതലായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്താൽ ഇത് പൊങ്ങി നിൽക്കും. അതുകൊണ്ട് കൂടുതലായിട്ടുള്ള ബീഡ് എടുത്ത് മാറ്റണം. കുറച്ച് ടൈം എടുക്കും, എന്നാലും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റിച്ചാണിത്. എംബ്രോയ്ഡറി ഒന്നും പഠിക്കണ്ട, അല്ലാത്ത എല്ലാവർക്കും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ്. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ പല ഭാഗത്തുനിന്നും ഇത് ഒന്ന് ലോക്കാക്കി കൊടുക്കണം.
ഇനി രണ്ടിൻ്റെയും മിഡിൽ ഭാഗത്തായിട്ട് ഒരു ഗോൾഡൻ കളറ് ബീഡ് കൂടെ കൊടുക്കുന്നുണ്ട്. ഈ ഗോൾഡൻ കളർ ബീഡ് ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിനകത്തൂടെ ഒന്നുകൂടെ കുത്തി താഴോട്ട് ഇറക്കണം, എങ്കിലേ ഇത് ഫിക്സ്ഡായിട്ട് ഇരിക്കത്തുള്ളൂ. അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇപ്പം നമുക്ക് ഒന്നിച്ച് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ അറിയാം എത്ര മനോഹരമായിട്ടുള്ളൊരു ഡിസൈനായതൊന്നും. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. എന്നൊരു 4 ലെയർ മുകളിൽ നിന്ന് താഴോട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ലെയറിൻ്റെ ഇടഭാഗത്തായിട്ടാണ് അടുത്ത ലെയർ വരുന്നത്. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.